കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് ടി.എം.സി ബി.ജെ.പിക്കാരെ മുഴുവനും വേട്ടയാടി. ഏതാണ്ട് 3000-ത്തോളം ആക്രമണങ്ങൾ നടന്നു. 58ഓളം ബി.ജെ.പിക്കാരെ കൊന്നു എന്നുള്ളതാണ് കണക്ക്. ഇപ്പോൾ ടി.എം.സി നേരെ തിരിച്ച് നിലവിളിച്ച് ഓടുകയാണ്. എന്തിനധികം ഏറ്റവും ഒടുവിൽ നോക്കുമ്പോൾ കൗണ്ടിങ്ങിന് കേന്ദ്ര സർക്കാർ ജീവനക്കാരെ മാത്രം നിയമിച്ചതിന് എതിരെ മമത നൽകിയ ഹർജിയാണെങ്കിൽ ഇന്ന് സുപ്രീം കോടതി തള്ളുകയും ചെയ്തു. മമതാ ബാനർജി ഞാൻ വളരെ ആവേശത്തോടു കൂടി കണ്ടിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു. അക്കാലത്ത് ഞാനും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലത്ത് ഏറ്റവും ആദർശ സമ്പന്ന എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നേതാവായിരുന്നു മമത. മമതയുടെ ഒരു പ്രത്യേകത, മമതയ്ക്ക് രണ്ട് കൂട്ടരോട് സമരം ചെയ്യേണ്ടി വന്ന അന്ന് മാർക്സിസ്റ്റുകാരോട് ഗൗരവം മാറ്റാൻ വേണ്ടിയും കോൺഗ്രസ്സിലുള്ള ഒരു നല്ല ശതമാനം ഇന്ദിരാഗാന്ധി അടക്കമുള്ളവർ ജ്യോതി ബസുവുമായിട്ട് നല്ല ടേംസിലായിരുന്നു. അപ്പോൾ ജ്യോതി ബസുവിനെ മാറ്റാൻ ഇന്ദിരാഗാന്ധിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ജ്യോതി ബസുവിനെ മാറ്റി കോൺഗ്രസ്സിനെ കൊണ്ടുവരാനായിരുന്നു മമതയുടെ ശ്രമം. അപ്പോൾ അതിനു വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടാരാജായിരുന്നു. അതിനോട് തെരുവിൽ നിന്ന് പോരാടി, അക്ഷരാർത്ഥത്തിൽ തെരുവിൽ നിന്ന് പോരാടി വന്ന ഒരു വലിയ നേതാവാണ് മമത. മമതയുടെ സാധാരണഗതിയിൽ അന്ന് ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കാണുന്ന വനിതാ നേതാക്കളെ പോലെ ആയിരുന്നില്ല മമത. കോട്ടൺ സാരി ഉടുത്ത് ദരിദ്രമായൊരു വീട്, അശോക ചെയർ മാത്രം ഇട്ടിട്ടുള്ളൊരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന മമതയെക്കുറിച്ച് വളരെ അഭിമാനത്തോടും ആവേശത്തോടും കൂടിയാണ് ഏറ്റവും സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ത്രീ എന്ന നിലക്ക് വളരെ ആവേശത്തോടെ ഞാൻ കണ്ടിട്ടുള്ളൊരു നേതാവായിരുന്നു മമത. മമത യുദ്ധം ചെയ്തു. മാർക്സിസ്റ്റ് പാർട്ടിയെ ബുദ്ധദേവ് ഭട്ടാചാര്യയെ ഒരു അരിക്കാക്കി. അത് കഴിഞ്ഞ് അധികാരത്തിൽ വന്നതിന് ശേഷം പിന്നെ മമത ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇടതുപക്ഷക്കാർ കമ്മ്യൂണിസ്റ്റുകാരെ എന്തെല്ലാം വൃത്തികേട് ചെയ്തു ആ വൃത്തികേട് ഓരോന്നായിട്ട് ആവർത്തിക്കാനാണ് മമതയും ശ്രമിച്ചത്. ഇപ്പം ബുദ്ധദേവ് ഭട്ടാചാര്യ സത്യസന്ധനായ മനുഷ്യനായിരുന്നു, അഴിമതി രഹിതനായിരുന്നു, അതിലൊന്നും ഒരു തർക്കമില്ല. വളരെ ലളിതമായ ജീവിതം നയിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു. അധികാരത്തിൻ്റെ ആർഭാടങ്ങൾ സ്വാധീനിക്കാത്തൊരു മനുഷ്യനായിരുന്നു. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലക്ക് വളരെ രുഷ്ടമായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയും എതിരാളികളെ അടിച്ചമർത്തുന്നതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത ഏറ്റവും മോശം രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വ്യക്തിപരമായിട്ടുള്ള സത്യസന്ധത, അതൊരു വശത്തുണ്ട്. ഒപ്പം അഴിമതിരഹിതമായ ഭരണരീതി ഉണ്ടായിരുന്നു. മമത അധികാരത്തിൽ വന്നതിന് ശേഷം കമ്മ്യൂണിസ്റ്റുകാരെടുത്ത അതേ തന്ത്രം തന്നെയാണ് മമതയും എടുത്തത്. അപ്പോഴാണ് അവിടെ ബി.ജെ.പിയുടെ ഉദയം വരുന്നത്. മമതയ്ക്കൊരു കാര്യം മനസ്സിലായി, കമ്മ്യൂണിസ്റ്റുകാരല്ല തൻ്റെ ശത്രു, തൻ്റെ രാഷ്ട്രീയ എതിരാളികൾ എന്ന് പറഞ്ഞാൽ ബി.ജെ.പിക്കാരാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ബി.ജെ.പിക്കാർ തൻ്റെ രാഷ്ട്രീയ എതിരാളികളായതുകൊണ്ട് തന്നെ മമത എന്ത് ചെയ്തെന്ന് വെച്ചാൽ വളരെ മോശമായ രീതിയിൽ ഗുണ്ടാഭരണമാണ് നടപ്പിലാക്കിയത്. പിന്നെ എങ്ങനെയാണോ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാരായിട്ടുള്ളവരെ കൂടെ നിർത്തിക്കൊണ്ട് CPM തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിച്ചുകൊണ്ടിരുന്നത്, അതേ തന്ത്രം തന്നെ മമതയും പ്രയോഗിച്ചുകൊണ്ടിരുന്നു. ഇനി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം വരുമ്പോൾ ഓരോ ഘട്ടം SIR ബാക്കി എല്ലാ സ്ഥലത്തും നടന്നു. 2 പേരായിരുന്നു SIRനെതിരെ രൂക്ഷമായി പ്രതികരിച്ചത്. ഒരാളിടക്ക് നിന്ന് പിന്മാറി. അതാരായിരുന്നു? അത് സ്റ്റാലിനായിരുന്നു. പക്ഷേ മമത പിന്മാറിയില്ല. മമത തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും, SIRൻ്റെ ഓരോ ഘട്ടത്തിലും ഇതുമായി നേരിട്ട് സുപ്രീം കോടതി പോയിന്. എന്നിട്ട് സുപ്രീം കോടതി പോയിട്ട് മമത നാടകം കളിച്ച് സ്വന്തം കേസ് വാദിക്കാൻ വേണ്ടി പോയി. എതിരായിട്ടുള്ള വിധിയും മേടിച്ചു. മമതയ്ക്ക് വേണ്ടി കപിൽ സിബലും അഭിഷേക് മനു സിംഘിയും പോലെയുള്ള കോടികൾ കൈപ്പറ്റുന്ന നിയമജ്ഞന്മാരാണ് സുപ്രീം കോടതിയിൽ നിന്ന് വാദിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും കേസ് അടിക്കടി തോറ്റുകൊണ്ടിരുന്നു. അടിക്കടി. അവസാനമായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ
കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ പറ്റില്ല എന്ന് പറഞ്ഞു. ആരായിരിക്കണം അവിടുത്തെ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതെന്ന് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ മമതക്ക് അറിയാത്തതല്ലല്ലോ. മമത നിയമം പഠിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് എങ്ങനെ ഈ ഇലക്ഷൻ നടത്തണം എന്ന് തീരുമാനിക്കുന്നത് കോടതിയുമല്ല, ഇലക്ഷൻ കമ്മീഷനാണ്. ഭരണഘടന അതാണ് പറയുന്നത്. കോടതിക്ക് അതിനിടയ്ക്ക് ഇടപെടാനുള്ള അധികാരവുമില്ല. പക്ഷേ കോടതിയിൽ പോയി നിരന്തരം കോടതിയിൽ പോയിക്കൊണ്ടിരുന്നു. നിരന്തരം അവസാനത്തതാണ് ഇപ്പോൾ തള്ളിയത്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തൻ്റെ തോൽവി ഉറപ്പായി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തെരഞ്ഞെടുപ്പിനെ തന്നെ അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. മമതയുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമതക്ക് നിയമവാഴ്ചയിൽ വിശ്വാസമില്ല എന്നുള്ളതാണ്. ഐ ആം ദ സ്റ്റേറ്റ്, മൈ വിൽ ഈസ് ദ ലോ എന്ന് ലൂയി 14 ഫ്രാൻസിൽ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. ബംഗാളിൽ താനാണ് ഈ സംസ്ഥാനം, തൻ്റെ ഇംഗിതമാണ് ഈ രാജ്യത്തെ നിയമം എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നേത്രിയാണ് മമത. അതുകൊണ്ടാണ് അവർക്ക് ഇത് നിയമവാഴ്ചയിൽ ഒന്നും വിശ്വാസമില്ല. നിയമവാഴ്ച എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നാൽ ശരിയാകില്ല എന്ന് പറയുന്നു, ഇങ്ങനെ വന്നാൽ ശരിയാകില്ല എന്ന് പറയുന്നു. ഞാൻ എല്ലാത്തിനെയും എതിർക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതല്ലാത്ത ഒരു കാര്യവും മമത ചെയ്യുന്നില്ല. ഇത് വളരെ അപകടം പിടിച്ചൊരു പോക്കാണ് പോകുന്നത്. ഉടുക്കാൻ കിട്ടിയില്ലെങ്കിൽ വലിച്ചു കീറുക എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. താനല്ല ഭരിക്കുന്നതെങ്കിൽ ബംഗാളിൽ ആരും ഭരിക്കേണ്ടതില്ല എന്ന് കരുതുന്നതാണ് മമത. ഇപ്പോൾ തന്നെ അവിടെ അരാജകത്വത്തിൻ്റെ രീതിയിലേക്ക് പോവുകയാണ്. കാരണം ഫാൽറ്റയിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കാരണം TMC പ്രവർത്തകരുടെ ഗുണ്ടാഭരണം വരികയാണ്. കാരണം അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വലിയ രീതിയിലുള്ള ഗുണ്ടായിസമാണ് ഏർപ്പെടുത്തിയത്. ഗുണ്ടായിസം കേന്ദ്രസേന ഇടപെട്ടിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ നടത്താൻ പറ്റില്ല. സംസ്ഥാന പോലീസ് അടിമുടി അഴിമതിയിലും രാഷ്ട്രീയ പക്ഷപാതത്തിലും മുങ്ങി നിൽക്കുകയാണ്. സംസ്ഥാനത്തെ ബ്യൂറോക്രസിയും അതാണ്. അവിടുത്തെ ചീഫ് സെക്രട്ടറി, DGP തുടങ്ങി ഇങ്ങോട്ട് താഴോട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു സിസ്റ്റത്തെ മുഴുവൻ കറപ്റ്റാക്കി, ഒരു സിസ്റ്റത്തെ മുഴുവൻ നെപ്പോട്ടിസത്തിലേക്ക് താഴ്ത്തി, ഒരു സിസ്റ്റത്തെ മുഴുവൻ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തിക്കൊണ്ട് തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു നേതാവായിട്ട് മമത മാറി. ഇപ്പോൾ വീണ്ടും അവിടെ CRPF-നെ ഫാൾട്ടയിൽ വിന്യസിക്കാൻ. അല്ല, CRPF-ന് എന്ത് ചെയ്യും? ക്രമസമാധാനം പാലിക്കണ്ടേ? ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ക്രമസമാധാനം പാലിക്കാത്തതെന്ന് നിങ്ങൾ ഓർക്കണം. ഒരു സംസ്ഥാനത്തെ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് ഭരണഘടനയാൽ സ്ഥാപിതമായിരിക്കുന്ന നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടി വിദ്വേഷമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ തന്നിൽ അർപ്പിതമായിരിക്കുന്ന കൃത്യം നിർവഹിക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ള മമതയാണ്. ആ ഒരു സത്യപ്രതിജ്ഞ, ആ സത്യപ്രതിജ്ഞക്ക് പുല്ല് വിലയാണ് മമത കൊടുത്തിരിക്കുന്നത്. കാരണം ആദ്യകാലത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന സമയത്തുള്ള മമതയിൽ നിന്നും മമത ഇവിടെ എത്തിയ സമയത്ത് ആ പതനം പരിതാപകരം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ. ആ പരിതാപകരമായ ഭരണം, ആ പതനത്തിൻ്റെ അവസാനത്തിൽ മമതക്ക് ഭരണവും നഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ അങ്കലാപ്പാണ് അവർ ഈ കാണിക്കുന്നത് മുഴുവനും. കാരണം ഞാൻ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ അങ്ങനെ അമിതമായിട്ട് വിശ്വസിക്കുന്ന ഒരാളെ അല്ല. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ ചിലപ്പോഴൊക്കെ ചിലത് ശരിയാകാറുമുണ്ട്. പക്ഷേ എക്സിറ്റ് പോൾ ഫലം ഒന്നും കൂടാതെ എനിക്കൊരു കാര്യം പറയാൻ കഴിയും. മമതയെ ജനങ്ങൾ മടുത്തു കഴിഞ്ഞു. ബംഗാളികൾ മമതയെ മനസ്സിൽ നിന്ന് കൈയൊഴിഞ്ഞു കഴിഞ്ഞു. അവരുടെ മനസ്സിലേക്ക് തനിക്ക് പരിചയമുള്ള തെരുവിൽ നിന്നും ഈ ഫൈറ്റ് ചെയ്ത് തെരുവിൽ യുദ്ധം ചെയ്ത് ശീലമുള്ള താൻ വീണ്ടും ആ ഇമേജ് റീക്രിയേറ്റ് ചെയ്ത് വരാനാണ് മമത നോക്കുന്നത്. ചരിത്രം ഒരിക്കൽ ദുരന്തമായും പിന്നീട് പ്രഹസനമായും മാറും എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഇപ്പോഴിവിടെ ചരിത്രം, നേരത്തെ മമത ഇങ്ങനെ വന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ വരാൻ പോകുന്നത്
മമത യഥാർത്ഥത്തിൽ എന്തായിട്ടാണ്? മമത വരുന്നത് ദുരന്തമായിട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.